നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങവേ വാഹനാപകടം. കോഴിക്കോട് സ്വദേശികളായ 2 പേർക്ക് ഡിണ്ടിഗലിൽ ദാരുണാന്ത്യം, 7 പേർക്ക് പരിക്കേറ്റു. പുതുവർഷാഘോഷത്തിന്റെ മറവിൽ പീഡനം. ഫോർട്ട് കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പ്രതിക്കെതിരെ മുൻപും പോക്സോ കേസ്. കൊല്ലത്ത് സംഘടനാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി ബിജെപിയിൽ ചേരിപ്പോര്. സീനിയർ നേതാക്കളെ ഉപരോധിച്ച് മുൻ ഭാരവാഹികൾ. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പദവികൾ വീതം വെക്കുന്നെന്ന് ആരോപണം. ആനപ്പേടിയിൽ വിറങ്ങലിച്ച് കോതമംഗലം. വനാതിർത്തികളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യം. തൃശൂർ പാലപ്പിള്ളി വീണ്ടും പുലിപ്പേടി. കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ലവർ ഷോയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം. നടപടി പ്ലാറ്റ്ഫോമിൽ നിന്ന് വീണ് സ്ത്രീക്ക് പരിക്കേറ്റതിന് പിന്നാലെ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്ക് വിലക്ക്. നടപടി കോതമംഗലം മാർ ബേസിലിനും തിരുനാവായ നാവാമുകുന്ദ സ്കൂളിനുമെതിരെ. അടുത്ത വർഷത്തെ കായികമേളയിൽ പങ്കെടുക്കാനാകില്ല. തീരുമാനം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. വാർത്തകൾ വിശദമായി. തമിഴ്നാട് ഡിണ്ടിഗലിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. കോഴിക്കോട് സ്വദേശികളായ ശോഭന എന്നിവരാണ് മരിച്ചത്. 7 പേർക്ക് പരിക്കേറ്റു. മധുര മീനാക്ഷി ക്ഷേത്രം സന്ദർശിച്ച് ശ്രീരംഗത്തേക്ക് പോകും വഴിയായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഡിണ്ടിഗൽ പുതുപ്പട്ടി ഡിവിഷന് സമീപം റോഡരികിലെ മയിൽക്കുറ്റിയിലിടിച്ച് നിയന്ത്രണം വിട്ട് സമീപത്തെ പാലത്തിന്റെ ബാരിക്കേഡിൽ ഇടിക്കുകയായിരുന്നു. വാഹനത്തിന്റെ ടയർ ഊരി തെറിച്ചുപോയി. പരിക്കേറ്റവരെ മധുര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊല്ലം ചക്കുവള്ളിയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ അപകടം. ഗർഭിണി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഭരണിക്കാവ് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടമാണ് അപകടത്തിനിടയാക്കിയത്. രാവിലെ 7:56 പുറപ്പെടേണ്ട ബസ് 2 മിനിറ്റ് വൈകി പുറപ്പെട്ടതാണ് തർക്കത്തിന് കാരണം. വഴി മാറി നൽകാൻ 2 ബസ്സുകളും തയ്യാറായില്ല. ഇതോടെ മത്സരയോട്ടമായി. ഇതിനിടെ മുന്നിൽ പോയ ബസ് ബ്രേക്കിട്ടു. ഗർഭിണിയടക്കം 3 സ്ത്രീകൾ തെറിച്ചു വീണു. ശൂരനാട് സ്വദേശിനി ജോസി ജോസ്, കല്ലട സ്വദേശിനി ലിജി, പോരുവഴി സ്വദേശിനി ഗീത എന്നിവർക്കാണ് പരുക്കേറ്റത്. എന്താ പറ്റി? ഇതോടെ തടിച്ചുകൂടിയ നാട്ടുകാർ സ്വകാര്യ ബസ് തടഞ്ഞു. പോലീസിൽ വിവരമറിയിച്ചു. ശൂരനാട് പോലീസ് 2 ബസ്സുകളും ജീവനക്കാരെയും കസ്റ്റഡിയിലെടുത്തു. പ്രദേശത്ത് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം മേലാറ്റിങ്ങലിൽ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ടെമ്പോ ട്രാവലർ സാമൂഹ്യവിരുദ്ധർ തകർത്തു. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവമുണ്ടായത്. മേലാറ്റിങ്ങൽ സ്വദേശി ശ്രീജിത്തിന്റെ വാഹനമാണ് അടിച്ചു തകർത്തത്. 4 ബൈക്കുകളിലായി എത്തിയ സംഘം വീട്ടിൽ പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ട്രാവലർ അടിച്ചു തകർത്തത്. പുതുവർഷ ആഘോഷത്തിന്റെ മറവിൽ പീഡനം. ഫോർട്ട് കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പുതുവർഷ ആഘോഷത്തിന് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു പീഡനം. സംഭവത്തിൽ പേഴക്കാപ്പിള്ളി സ്വദേശി അഷ്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ നേരത്തെയും പോക്സോ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. കൊല്ലത്ത് സംഘടനാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി ബിജെപിയിൽ ചേരിപ്പോര്. സീനിയർ നേതാക്കളെ കൊല്ലം ജില്ലയിലെ മുൻ ഭാരവാഹികൾ ഉപരോധിച്ചു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പദവികൾ വീതം വെക്കുന്നെന്നാണ് പ്രാദേശിക നേതാക്കളുടെ വിമർശനം. ഒരാളെ പോലും ഞാൻ ഇപ്പോഴും ദേശീയ സമിതിയാണ് ഒരു പരിപാടിയിൽ കൊള്ളിക്കില്ല. ഈ സംഘടന മൊത്തവും തകർത്തു. അതിന് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റിന്റെ സപ്പോർട്ടോട് കൂടി. കൊട്ടാരക്കരയിൽ മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കാൻ ചേർന്ന യോഗത്തിലാണ് പ്രതിഷേധം ഉണ്ടായത്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പദവികൾ വീതം വെക്കുന്നതിനെതിരെ തുടങ്ങിയ പ്രതിഷേധം
കയ്യാങ്കളിയുടെ വക്കിലെത്തി. ഞാൻ തന്ന പരാതി അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ മേൽഘടകത്തിന് നമ്മൾ പരാതി അങ്ങ് മണ്ഡലം പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് കൊല്ലത്ത്. 40-40 വർഷമായി ഞങ്ങൾ 10-15 വർഷമായിട്ട് വെള്ളി നിൽക്കുക. ഞങ്ങളുടെ മിറ്റത്തെ ഒരു പരിപാടി തമ്മിൽ ഞങ്ങൾക്ക് അവിടെ ചെന്ന് നിൽക്കാൻ പറ്റില്ല. ഈ ഇലക്ഷന് ഞങ്ങൾ ഇറങ്ങി, ഇലക്ഷൻ വർക്കിന് ഇറങ്ങി. ആര് വിളിച്ചിട്ട് വന്നെന്ന് മുട്ടേന്ന് വിരിയാത്ത ഒരമരുന്നിന്റെ മണം മാറാത്ത പിള്ളേർ ചോദിക്കുക, നിങ്ങളെയൊക്കെ ആര് വിളിച്ചിട്ട്, നിന്നെയൊക്കെ ആര് വിളിച്ചിട്ട് വന്നറിയുന്നു. BJP നേതാക്കളായ ഡോക്ടർ KS രാധാകൃഷ്ണൻ, C കൃഷ്ണകുമാർ എന്നിവരെ പ്രവർത്തകർ ഉപരോധിച്ചു. കൊല്ലത്തെ 6 മുൻ ജില്ലാ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നിലവിൽ കോടതിയിൽ ഒരു കേസുണ്ട്. ഈ സംഘടന തെരഞ്ഞെടുപ്പായിട്ട് കോടതിയിൽ ഒരു കേസ് ഇപ്പം നിലവിലുണ്ട്. അത് 6-ാം തീയതി അവധിക്ക് വെച്ചേക്കാം. അതിന്റെ തീരുമാനം അറിയണം. അതിനു മുമ്പ് ഇവിടെ സമവായം ഞങ്ങളെ ആരെയും വിളിക്കാതെ എന്ത് സമവായം ഇവിടെ നടത്തുന്നത്? ബഹുമാനമുണ്ട്. പക്ഷേ ഈ സമവായം ഇവിടെ നടക്കത്തില്ല. സംഘടനാ നടപടികൾക്ക് വിരുദ്ധമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്നാണ് പ്രതിഷേധിച്ച നേതാക്കളുടെ നിലപാട്. ചൊവ്വാഴ്ച സമവായ ചർച്ചകൾ നടക്കും. ഇതിൽ എതിർപ്പുന്നയിച്ചവരുടെ ഭാഗം കേൾക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് തൃത്താലയിൽ റോഡ് തകർന്നതിൽ പ്രതിഷേധം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. തൃത്താല മണ്ഡലത്തിലെ റോഡുകൾ വ്യാപകമായി തകർന്നിട്ടുണ്ട്. തിരുവനന്തപുരം നഗരൂരിൽ ബാങ്ക് നിക്ഷേപം കൈക്കലാക്കാൻ വയോധികനെ ഭാര്യയും മക്കളും ചേർന്ന് പീഡിപ്പിക്കുന്നതായി പരാതി. കല്ലിങ്കൽ സ്വദേശിയായ 81-കാരനാണ് പരാതിക്കാരൻ. സ്വത്തുക്കൾ വിട്ടു നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നും രവീന്ദ്രൻ പറയുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം. കല്ലിങ്കൽ സ്വദേശി രവീന്ദ്രനാണ് തന്റെ സ്വത്ത് തട്ടിയെടുക്കാനായി ഭാര്യയും മക്കളും പീഡിപ്പിക്കുന്നതായി പരാതി നൽകിയത്. സ്വത്തുക്കൾക്ക് പുറമെ നഗരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപവുമുണ്ട്. ഇത് ഭാര്യയും മക്കളും മരുമക്കളും ചേർന്ന് കൈക്കലാക്കാൻ ശ്രമിക്കുന്നതായാണ് ഈ 81-കാരന്റെ പരാതി. ആവശ്യം നിരസിച്ചതോടെ മാനസിക രോഗിയായി ചിത്രീകരിക്കുന്നതായും ഇദ്ദേഹം പറയുന്നു. എൻ്റെ അക്കൗണ്ട് പൈസ തട്ടിയെടുക്കുന്നതിന് വേണ്ടി എൻ്റെ ഭാര്യയും മക്കളും മരുമക്കളും കൂടി എന്നെ മനോരോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി കൃത്രിമ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് കോടതിയിൽ കൊടുത്ത് എൻ്റെ അക്കൗണ്ട് സ്റ്റേ ചെയ്തു. കോടതി എന്നെ വിളിപ്പിച്ചു. എനിക്ക് രോഗമില്ലെന്ന് കണ്ടതിനാൽ അവരെ കേസ് തള്ളി. എന്നെ ഉപദ്രവിച്ചവർക്കെതിരെ അധികാരികൾ നടപടിയെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ 4-അംഗ സംഘം ബലം പ്രയോഗിച്ച് രവീന്ദ്രനെ കല്ലമ്പലത്തെ സ്വകാര്യ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. 40 ദിവസത്തോളം അവിടെ കഴിഞ്ഞു. അയൽവാസികൾ രവീന്ദ്രന്റെ സഹോദരിമാരെ വിവരമറിയിച്ചതോടെയാണ് ചികിത്സയിൽ നിന്ന് മോചനം നേടാനായത്. തുടർന്ന് നഗരൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനിടെ മാനസിക രോഗത്തിന് ചികിത്സ നൽകിയതായുള്ള രേഖയുണ്ടാക്കിയ ശേഷം പണയിടപാടുകൾ നടത്താൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ആറ്റിങ്ങൽ മുൻസിഫ് കോടതിയെ സമീപിച്ചു. എന്നാൽ രവീന്ദ്രന് മാനസിക നിലയിൽ പ്രശ്നമില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതോടെ ഹർജി തള്ളി. തനിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, കലക്ടർ, DGP, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് തേടി. ന്യൂസ് 18 ആറ്റിങ്ങൽ. തൃശൂർ വേലൂരിൽ ഗൃഹനാഥൻ കടന്നൽ കുത്തേറ്റ് മരിച്ചു. വേലൂർ സ്വദേശി ഷാജുവാണ് മരിച്ചത്. കർഷകനായ ഷാജുവിന് കൃഷിത്തോട്ടത്തിൽ വെച്ചാണ് കടന്നൽ കുത്തേറ്റത്. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കോതമംഗലം മേഖലയിലെ തുടർച്ചയായ കാട്ടാന ആക്രമണത്തിന്റെ ഭീതിയിലാണ് നാട്ടുകാർ. വന്യജീവി ശല്യം ഇല്ലാതാക്കാൻ വനാതിർത്തികളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യം. കുട്ടമ്പുഴ പഞ്ചായത്തിലെ 5 വാർഡുകൾ ഉൾപ്പെടുന്ന വാടാട്ടുപാറ വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണ്. തൊട്ടടുത്ത ടൗണായ കോതമംഗലത്തും പഞ്ചായത്ത് ആസ്ഥാനമായ കുട്ടമ്പുഴയിലും എത്താനുള്ള ഏകമാർഗമായ റോഡിന് ഇരുവശവും വനമാണ്. വാടാട്ടുപാറ മുതൽ ഭൂതത്താൻകെട്ട് വരെയുള്ള 5 കിലോമീറ്റർ റോഡാണ് വനത്തിലൂടെ കടന്നുപോകുന്നത്.
ഞങ്ങൾക്കൊരു 20 വർഷത്തിന് ശേഷം ഇപ്പം ഞങ്ങൾക്ക് ഈ യാത്ര വളരെ ഭയത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പട്ടണത്തിലേക്കൊന്ന് കടന്നു ഒരു ആശുപത്രി ആവശ്യങ്ങൾക്കൊക്കെ കടന്നു പോകാൻ. ഞങ്ങളുടെ സഹോദരിമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വാർദ്ധക്യമുള്ളവരുണ്ട്. എപ്പോഴാണ് ഒരു രോഗാവസ്ഥ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എങ്കിലും രാത്രി കാലങ്ങളിൽ വണ്ടി വിളിച്ച് ഞങ്ങൾ പോകുന്നത് രോഗിയേക്കാൾ ഒന്ന് ഭയപ്പെട്ട ഞങ്ങൾ കടന്നു പോകുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ റോഡിൽ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നത് പതിവാണ്. ജനവാസ മേഖലകളിൽ എത്തുന്ന കാട്ടാനകൾ കൃഷിയിടങ്ങൾ ചവിട്ടി മെതിക്കുകയാണ്. കാറുള്ള യാത്രക്കാർ അല്ലെങ്കിൽ വലിയ പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു ചെറിയൊരു കുഞ്ഞൊരു മ്ലാവ് നിന്നാൽ പോലും നമ്മൾ കാണില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ അത്രയ്ക്കും വലിയ ആന നിന്നാൽ പോലും കാണില്ലാത്ത അത്രമാതിരി കാടാണ് പിടിച്ചു കിടക്കുന്നത്. സാധാരണ ഇതിൽ എല്ലാ വർഷങ്ങളും നമ്മളത് ഫോറസ്റ്റുകാർ അത്യാവശ്യം തെളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യമായിട്ട് അവരത് തെളിക്കുന്നുമില്ല. അതെങ്ങനെയും അതൊന്ന് തെളിച്ചു തരുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഉപകാരമായിരുന്നു. കാട്ടുപന്നികളും കുരങ്ങും അണ്ണാനും കാർഷിക വിളകൾ നശിപ്പിക്കുന്നു. വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ആനകൾ വഴിയാത്രക്കാർക്ക് ഒരു പേടി സ്വപ്നമാണ്. 5 കിലോമീറ്റർ വനത്തിലൂടെയാണ് ഇവിടെയുള്ള 5 വാർഡിലെ ജനങ്ങൾ സഞ്ചരിക്കുന്നത്. നിലവിലെ കാട്ടാന ആക്രമണങ്ങളുടെ നിരന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ വടാട്ടുപാറ മേഖലയിൽ തന്നെയാണ് ഇതിനു മുമ്പ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേഖല ഈ രാത്രി കാലങ്ങളിൽ ഒക്കെ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരവധി പേർക്ക് ഈ വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി ആളുകളുണ്ട്. അവർക്കൊന്നും ഇതുവരെയായിട്ട് ഒരു ആശ്വാസം നിലവിൽ ഒരു രൂപ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ മേഖലയിൽ സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഒരു സൗകര്യവും ഈ ഫോറസ്റ്റ് വകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ ലഭിക്കുന്നില്ല. പന്നിയും മ്ലാവുമെല്ലാം റോഡിന് കുറുകെ ചാടി അപകടങ്ങൾ പതിവാണ്. ഇപ്പോൾ വളർന്നു വന്ന കുട്ടികൾ പോലും പുറത്തിറങ്ങാൻ പേടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ RRT ടീമിനെ ശക്തമായിട്ട് തന്നെ നമ്മൾ പ്രവർത്തനത്തിന് ഇറക്കിയാൽ മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വാച്ചർമാരെ ആണെങ്കിലും ശക്തമായിട്ട് തന്നെ ഇറക്കണം എന്നാണ് ഞാൻ പറയുന്നത്. റോഡിന് ഇരുവശവും വളർന്നു നിൽക്കുന്ന കാടും വളവുകളും വാഹനയാത്രക്കാരുടെ കാഴ്ച മറക്കുന്നത് മൂലം അപകട സാധ്യത കൂടുതലാണ്. നിലവിലെ പരിമിതമായ സ്ഥലത്ത് അടിക്കാട് വെട്ടി മാറ്റിയിട്ടുണ്ടെങ്കിലും ഇത് ഫലപ്രദമല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് 18 കോതമംഗലം. തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. പിള്ളേത്തോട് പശുക്കുട്ടിയെ കൊന്നു. പുതുക്കാട് എസ്റ്റേറ്റിൽ പഴയ ഗ്രൗണ്ടിന് സമീപമാണ് സംഭവം. മേഖലയിൽ പുലിശല്യം രൂക്ഷമാണ്. കാടുകൾ സ്ഥാപിക്കാൻ വനംവകുപ്പ് തയ്യാറാകണമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. സുരക്ഷാ വീഴ്ചയെ തുടർന്ന് കൊച്ചിയിൽ നടന്നുവന്ന ഫ്ലവർ ഷോ നിർത്തിവെപ്പിച്ചു. പ്രദർശനം കാണാനെത്തിയ വീട്ടമ്മ തെന്നി വീണ് കൈയൊടിഞ്ഞതിനെ തുടർന്നാണ് കൊച്ചി കോർപ്പറേഷന്റെ നടപടി. എന്നാൽ വേണ്ടത്ര മുന്നറിയിപ്പില്ലാതെ ഫ്ലവർ ഷോ നിർത്തിവെപ്പിച്ചതിന് സന്ദർശകരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ഫ്ലവർ ഷോയ്ക്കിടെ നിലത്തിട്ടിരുന്ന പലകയിൽ തെന്നി വീണാണ് വീട്ടമ്മയുടെ കൈയൊടിഞ്ഞത്. പവലിയനിൽ വെള്ളം കെട്ടി ചതുപ്പായി കിടക്കുന്നതിനാൽ വരുന്നവർക്ക് നടക്കുന്നതിനായാണ് പ്ലൈവുഡുകൾ പവലിയനിൽ നിരത്തിയത്. എറണാകുളം ജില്ലാ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വീട്ടമ്മയുടെ കുടുംബം പരാതി നൽകിയ സാഹചര്യത്തിലാണ് കൊച്ചി കോർപ്പറേഷൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. എന്നാൽ പ്രദർശനത്തിന്റെ അവസാന ദിവസമായിരുന്നതിനാൽ നിരവധി പേരാണ് ഷോ കാണാനെത്തിയത്. ഷോ നിർത്തിയതോടെ കാണാനെത്തിയവർ പ്രതിഷേധിച്ചു. ഇത്രയും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ തോന്നിയാസമാണ് കാണിക്കുന്നത്. പക്ഷേ ആ പറയുന്ന കാര്യവും ഇത്രയും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാലൊടിഞ്ഞെങ്കിൽ അവരെ ആശുപത്രി കൊണ്ടുപോകുക, അതിനുള്ള സംവിധാനം ഉണ്ടാകണമെന്നുള്ള ശരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേരെ വിഷമിപ്പിക്കുക, ഈ കുട്ടികളെയും സ്ത്രീകളെയും. 2-ാം തീയതി സെയിലുണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് കളക്ടർ പറയുന്നു അടച്ചു കൂട്ടാൻ പറഞ്ഞെന്നാണ് അവർ അധികാരികൾ പറയുന്നത്. നാളെ വരാൻ പറയുന്നു. നാളെ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് വരുന്നത്, ഞങ്ങൾ അങ്ങനെ നാളെ വരുന്നത്. നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് വേദിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യത്തിലാണ് പ്രദർശന സ്ഥലങ്ങളിലെ പരാതികൾ അധികൃതർ ഗൗരവമായി എടുത്തത്. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് ദേശീയപാത നിർമ്മാണത്തിൽ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിൽ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. 39 കിലോമീറ്റർ നീളുന്ന പാത മാർച്ചിനകം തുറന്നു നൽകാനാകുമെന്നാണ് പ്രതീക്ഷ. ദേശീയപാത 66 തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലെ 6 വരി പാതയുടെ നിർമ്മാണം ഭൂരിഭാഗവും പൂർത്തിയായി. 39 കിലോമീറ്ററാണ് ഈ പാത. കാസർഗോഡ് നഗരത്തിന് മുകളിലൂടെയുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലമാണിത്. കേരളത്തിലെ ദേശീയപാതയിലെ ഏറ്റവും വലിയ മേൽപ്പാലവും. 1.25 കിലോമീറ്ററോളം നീളമുള്ള പാലത്തിന് 29 സ്നാപ്പാണുള്ളത്. അവസാന സ്നാപ്പിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. കറന്തക്കാട് അഗ്നിരക്ഷാ നിലയത്തിന് മുന്നിൽ നിന്നും തുടങ്ങി നുള്ളിപ്പാടിയിലാണ് പാലം അവസാനിക്കുന്നത്. മൊത്തം 30 തൂണുണ്ട്. കുതിച്ചുയരുന്ന പക്ഷിയുടെ മാതൃകയിലാണ് പാലത്തിന്റെ തൂണുകൾ. ദക്ഷിണേന്ത്യയിൽ വിശാഖപട്ടണം, മൈസൂരു, ബംഗളൂരു ദേശീയപാത എന്നിവിടങ്ങളിലാണ് വലിയ ഒറ്റത്തൂൺ മേൽപ്പാലങ്ങളുള്ളത്. നിർമ്മാണ കരാറെടുത്തിട്ടുള്ളത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്.
പാലം മാർച്ചിനുള്ളിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് കൊടിയത്തൂരിൽ നടന്ന ഓലമെടയൽ മത്സരം വേറിട്ടതായി. പന്നിക്കോട് AUP സ്കൂളിലാണ് മത്സരം നടന്നത്. സ്കൂളിലെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഓലമെടയൽ മത്സരം സംഘടിപ്പിച്ചത്. പണ്ട് ഓല ഉപയോഗിച്ച് വീടുകൾക്ക് മേൽക്കൂര നിർമ്മിച്ചിരുന്നു. ഇത് പുതുതലമുറയ്ക്ക് പരിചയമില്ലാത്തതിനാലാണ് വ്യത്യസ്തമായ മത്സരം നടത്തിയത്. മത്സരത്തിലുണ്ടാക്കിയ ഓലക്കെട്ട് ഉപയോഗിച്ച് വാർഷികത്തിനുള്ള കൗണ്ടറുകൾ നിർമ്മിക്കുമെന്ന് PTA ഭാരവാഹികൾ. പന്നിക്കോട് AUP സ്കൂളിൽ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ കുറെ പരിപാടികൾ നടന്നു. ഇനി ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കും PTA-കാർക്കും ടീച്ചേഴ്സിനും ഒക്കെ കൂടിയിട്ട് ഒരു മത്സരം എന്നതിലുപരി ഒരു ഓലമടച്ചിലാണ് ഇന്ന് നടന്നത്. അതിനോടനുബന്ധിച്ച് ഈ ഓല നമുക്ക് വേസ്റ്റായി പോകുന്നില്ല. നമുക്കത് കൗണ്ടറുകൾ ഉണ്ടാക്കാനും മറ്റു കാര്യത്തിനും ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചത്. പലർക്കും ഓലമെടയിൽ അറിയില്ലെങ്കിലും കൗതുകത്തിന് പുറത്ത് മത്സരിച്ചവരുമുണ്ടായിരുന്നു. PTA അംഗം ഗോപിക 1ാം സ്ഥാനം നേടി. ചെറുപ്പം മുതൽ ഞാൻ ചെയ്തിരുന്നത്. 4ാം ക്ലാസ് ആയിരുന്നു. എന്റെ വീട് ഓല മേഞ്ഞ വീടായിരുന്നു. അപ്പോ ചെറുപ്പത്തിൽ അങ്ങനെ ശീലമായതാണ്. പിന്നെ ഇപ്പോഴാണ് എനിക്കിത് മോടയാളൊരു അവസരം കിട്ടി. വളരെ സന്തോഷമുണ്ട്. UP സ്കൂളിനോട് ഞാൻ വീണ്ടും ഒരു ഓലമെടൽ എത്തിയിലേക്ക് വളരെ സന്തോഷമുണ്ട്. അവരോട് നന്ദി അറിയിക്കുകയാണ് ഞാൻ. PTA അംഗങ്ങളും അധ്യാപകരും ഉൾപ്പെടെ 20ഓളം പേരാണ് ഓലമെടയൽ മത്സരത്തിൽ പങ്കെടുത്തത്. ന്യൂസ് 18 കോഴിക്കോട്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർഷിക ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. പരിപാടിയിൽ 47 പേർക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി. പാലക്കാട് തൃത്താലയിൽ പഠനത്തിൽ മികവ് പുലർത്തുന്ന സാമ്പത്തിക പിന്തുണ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. എൻലൈ തൃത്താല സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് പ്രഡിക്റ്റ് സ്കോളർഷിപ്പ് നൽകിയത്. SSLC, +2 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതാണ് പദ്ധതി. കൂറ്റനാട് കണിച്ചിറക്കൽ നടന്ന ചടങ്ങ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപയാണ് നൽകുന്നത്. കരകുളം PA അസീസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കത്തിക്കരിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കോളേജ് ചെയർമാൻ EM താഹ തന്നെയാണോ മരണപ്പെട്ടതെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന നടത്തും. ഇതിന്റെ ഭാഗമായി താഹയുടെ മകന്റെയും സഹോദരന്റെയും രക്തസാമ്പിൾ ശേഖരിച്ചു. സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത സ്മാർട്ട് ഫോൺ ഇന്ന് വിശദ പരിശോധനയ്ക്ക് ഫോറൻസിക് സംഘത്തിന് കൈമാറും. താഹയുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നെടുമങ്ങാട് CAയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം തുടരുന്നത്. സ്റ്റാമ്പ് രൂപത്തിലുള്ള ലഹരിമരുന്ന് വിദ്യാർത്ഥിയെ ഏജന്റാക്കി വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിൽ കായംകുളത്ത് ഒരാൾ പിടിയിൽ. ചേപ്പാട് മുട്ടം സ്വദേശി രഖിലാണ് പിടിയിലായത്. കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിയിലായ വിദ്യാർത്ഥിയിൽ നിന്ന് ലഹരി മാഫിയയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായെന്നാണ് സൂചന. 2 ദിവസം മുമ്പ് കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് സംശയാസ്പദമായ രീതിയിൽ +1 വിദ്യാർത്ഥിയായ ആൺകുട്ടിയെ കായംകുളം പോലീസ് പിടികൂടുന്നത്. കൊല്ലത്തുള്ള മറ്റൊരു വിദ്യാർത്ഥിക്ക് നൽകാനാണ് സ്റ്റാമ്പ് രൂപത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ് താൻ ഏജന്റായി കൈവശം വെച്ചതെന്നായിരുന്നു കുട്ടി നൽകിയ മറുപടി. എന്നാൽ കൊല്ലത്തുള്ള വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിരപരാധിയാണെന്ന് കണ്ടെത്തി. ആലപ്പുഴ SP മോഹനചന്ദ്രന്റെ സ്പെഷ്യൽ സ്ക്വാഡിലുള്ള സംഘം ലഹരി കൈവശം വെച്ച വിദ്യാർത്ഥിയെ വീണ്ടും ചോദ്യം ചെയ്തു. പിന്നീടാണ് ഏവൂരിൽ കോൺഗ്രസ് പ്രവർത്തകൻ സുനിലിനെ വധിച്ച കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള രാഖിലാണ് ലഹരി നൽകിയതെന്ന വിവരം വിദ്യാർത്ഥി പുറത്തുവിടുന്നത്. രാഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ആദ്യം സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്നലെ വൈകിട്ടോടെയാണ് അറസ്റ്റ്. രാഖിലിനൊപ്പം കണ്ടല്ലൂർ സ്വദേശിയായ മറ്റൊരാൾ കൂടി ലഹരി കടത്തിൽ ഉണ്ടെന്ന് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. 30,000 രൂപ വിലമതിക്കുന്ന 20 സ്റ്റാമ്പുകളാണ് കണ്ടെത്തിയത്. 0.2 ഗ്രാമിന് മുകളിൽ ഭാരമുള്ള സ്റ്റാമ്പുകൾ കയ്യിൽ കരുതിയാൽ അത് വിൽപ്പന ആവശ്യത്തിനായി ഉപയോഗിക്കാനാണെന്നാണ് നിയമം. രാഖിലിന് ആലപ്പുഴയിലെ ലഹരി കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. DYFI മുൻ ചേപ്പാട് മേഖലാ കമ്മിറ്റിയുടെ ട്രഷററായിരുന്ന ഇയാളെ ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധത്തെ തുടർന്ന് സംഘടന ഒഴിവാക്കിയിരുന്നു. കായംകുളം കൂടാതെ കരിയിലക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിൽ 10ഓളം കേസുകൾ പ്രതിയാണ് രാഖിൽ. ഇയാൾക്കെതിരെ കാപ്പയും ചുമത്തിയിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. ഇടുക്കിയിൽ ഓട്ടോയിൽ നിന്ന് വീണ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു.
നെടുങ്കണ്ടം സ്വദേശി സുൽഫിത് നിജാസ് ആണ് മരിച്ചത്. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ഇവർ ഓട്ടോയിൽ നിന്നും റോഡിലേക്ക് വീഴുകയായിരുന്നു. ഭർത്താവ് ഓടിച്ച ഓട്ടോറിക്ഷയിൽ നിന്നാണ് വീണത്. കൊല്ലം അഞ്ചൽ ഒഴുകുപാറയ്ക്കലിൽ താഴ്ചയിലേക്ക് മറിഞ്ഞ കാർ കത്തിനശിച്ചു. കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹവും കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. പ്രദേശവാസികളാണ് രാവിലെ കാർ കാണുന്നത്. കാർ അബദ്ധത്തിൽ താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് മുക്കത്ത് അപകടം. യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. സ്കൂട്ടറിന് പുറകിൽ കാർ ഇടിച്ചുവെന്നാണ് സംശയം. അപകടമുണ്ടാക്കിയ വാഹനം നിർത്താതെ പോയി. പരിക്കേറ്റ യുവാവ് ചികിത്സയിലാണ്. തൃശൂർ പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് കരോൾ പോലീസ് തടഞ്ഞ സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയോട് കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് തേടി. ഈ മാസം 15-നകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബിന്റെ പരാതിയിലാണ് നടപടി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സമരം നടത്തി പ്രതിഷേധിച്ച സ്കൂളുകൾക്ക് വിലക്ക്. NMHSS തിരുനാവായ മാർബേസിൽ HSS കോതമംഗലം എന്നീ സ്കൂളുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതോടെ അടുത്ത 5 വർഷത്തെ സ്കൂൾ കായികമേളയിൽ ഇരു സ്കൂളുകൾക്കും പങ്കെടുക്കാനാകില്ല. സംഭവത്തിൽ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വർഷത്തെ പാരമ്പര്യമുള്ള തരകൻസ് റോയൽസ് ജ്വല്ലറിയുടെ പുതിയ ഷോറൂം തൃശൂർ കുന്നംകുളത്ത് പ്രവർത്തനം തുടങ്ങി. കുന്നംകുളം പട്ടാമ്പി റോഡിലുള്ള പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം കത്രീന ഫ്രാൻസിസ്, ഷീല ജോസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഡയമണ്ട് സെഷൻ നടി മിയ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആദ്യ 3 ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ സ്വർണം സമ്മാനമായി നൽകുമെന്ന് തരകൻസ് റോയൽ ജ്വല്ലറി ഉടമകളായ ഡിക്സ് ഫ്രാൻസിസ്, ലൈജീസ് ഡിക്സ് എന്നിവർ അറിയിച്ചു. ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത് ഞങ്ങളുടെ പുതിയ കടയുടെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ഞങ്ങൾ ഇന്നൊരു വലിയ ഫംഗ്ഷൻ നടത്തിയിരുന്നു. മിയ വന്നിരുന്നു. ഇതിൽ എനിക്ക് നന്ദി പറയാനുള്ളത് നാട്ടുകാരോടാണ്, ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോടാണ്. 1 ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ഈ 10-40 കൊല്ലമായിട്ട് ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അവരുടെ വിശ്വാസത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ബിൽഡിംഗ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. സ്വർണ്ണ വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റിന് ഗ്രാം 7150 രൂപ, പവന് 57,200 രൂപ. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാം 5930 രൂപ, പവന് 47,440 രൂപ. വെള്ളി ഗ്രാം 94, കിലോ 94,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം.